ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പോമാണ് ഹൗസ് ഓഫ് 1,000 ഡോർസ് ബൈ മീന അലക്സാണ്ടർ. HSA ആസ്പിറൻസിന് നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോമാണ് ഇൻ വിച്ച് വി ഹാവ് all sorts of things which is related with India. So talking about Meena Alexander, she was born in Allahabad, India, and brought up in New York. And she is actually a Keralite, but she was born in Allahabad. So we can call her as a diasporic writer. Diasporic writer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചത് ഒരു സ്ഥലത്തായിരിക്കും, പക്ഷേ അവർ വളർന്നതും അവരുടെ ലൈഫൊക്കെ മറ്റൊരു രാജ്യത്തായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റേഴ്സിനെയാണ് നമ്മൾ ഡയസ്പോറിക് റൈറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അവരുടെ വർക്ക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് തീംസ് എന്ന് പറയുന്നത്, ഒന്ന് അലീനേഷൻ ആണ്. ഡെഫിനറ്റ്ലി ദേ ഫീൽ ദംസെൽസ് ടു ബി ലോൺലി. അവർ വളരെ ലോൺലിനെസ് ആയൊരു ലൈഫായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് തോന്നുന്നത് ദേ ആർ ലോൺലി, ദേ ആർ അലീനേറ്റഡ് ഫ്രം എവ്രി വൺ. സെക്കൻഡ് തീം എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയാണ്. ദേ വർ ഓൾവേസ് നൊസ്റ്റാൾജിക് അബൌട്ട് ദിയർ ഹോം ലാൻഡ്. അവരുടെ ഹോം ലാൻഡിനെ കുറിച്ചിട്ട് എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ഡയസ്പോറിക് റൈറ്റേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരിക. ലൈക്ക് തോരു ദത്ത്, ആൻഡ് വി ആർ ഹാവിങ് സോ മെനി റൈറ്റേഴ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ മാർഗരറ്റ് ആറ്റ്വുഡ് റൈറ്റ് ദാറ്റ്. ദെൻ മറ്റൊരു തീം എന്ന് പറയുന്നത് റൂട്ടഡ്നെസ് ആണ്. ദേ ഡോണ്ട് നോ വെയർ ദേ ബിലോങ്. അവർക്കൊരു റൂട്ട് ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അതായത് എവിടെയാണ്, ഇൻ വിച്ച് ലാൻഡ് ദേ ആർ ബിലോങ്. എയ്തർ അവരിപ്പോൾ താമസിക്കുന്ന ലാൻഡാണോ അല്ലെങ്കിൽ അവരുടെ ഹോം ലാൻഡാണോ, ദേ ആർ നോട്ട്, ദേ ആർ ഇൻ എ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നമുക്ക് ഈ ഒരു ഡയസ്പോറിക് റൈറ്റേഴ്സിനെ കാണാൻ പറ്റുക. അതായത് അവർക്കറിയില്ല വേർ ദേ ബിലോങ്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് നോ വെയർ. ദേ ഡോണ്ട് നോ വെയർ ദേ ബിലോങ് ആക്ച്വലി. മറ്റൊരു തീം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. എഗെയിൻ ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്തായാലും ഉണ്ടാവുമല്ലോ, ബിക്കോസ് ദേ ഡോണ്ട് നോ വെയർ ദേ ബിലോങ്. ഇനി നമ്മൾ ഈ പോയറ്റിലേക്ക് വരികയാണെങ്കിൽ, ദിസ് പോയം വാസ് ആക്ച്വലി പബ്ലിഷ്ഡ് ഇൻ 1988. ആൻഡ് ഈ ഒരു പോയട്രി കളക്ഷനിൽ നമുക്ക് 59 പോയംസും അതേപോലെ തന്നെ കുറച്ച് പ്രോസ് പീസസും കാണാൻ പറ്റും. കുറച്ച് പ്രോസ് പീസസും അതേപോലെ കുറച്ച് 59 പോയംസും ആണ് ഈ ഒരു പോയട്രി കളക്ഷനിലുള്ളത്. ദാറ്റ് ഈസ് ഹൗസ് ഓഫ് 1,000 ഡോർസ്. ഇനി ഈ ഒരു പോയത്തിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോസ്റ്റ് കൊളോണിയൽ ടച്ചസ് അല്ലെങ്കിൽ ഫെമിനൈൻ ടച്ചസ് നമുക്ക് ഈ ഒരു പോയറ്റിൽ കാണാൻ പറ്റും. അതായത് കുറച്ചൊരു ഫെമിനിസം കലർന്ന രീതിയിലാണ് റൈറ്റർ ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ആൻഡ് പോസ്റ്റ് കൊളോണിയൽ തിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും എന്താണ് പോസ്റ്റ് കൊളോണിയലിസം എന്നുള്ളതും ഞാൻ എൻ്റെ വരും വീഡിയോസിൽ ചെയ്യുന്നതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട്. ബിക്കോസ് HSA എടുത്ത് നോക്കുമ്പോൾ HSA മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വരുന്ന കമ്മിങ് വീഡിയോസിൽ ഞാൻ ഉറപ്പായിട്ടും പോസ്റ്റ് കൊളോണിയലിസത്തെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് വെൻ യു ഡീൽ വിത്ത് ദിസ് പോം. ദിസ് പോയം വാസ് പബ്ലിഷ്ഡ് അലോങ് വിത്ത് അതർ prose works of this particular writer Meena Alexander. She was a Keralite, but she was born in Allahabad and she lived in New York City. So she don't know where she belongs. ഇനി നമ്മൾ ഈ ഒരു പോയറ്റിലേക്ക് വരികയാണെങ്കിൽ, ആക്ച്വലി ദിസ് പോയം കൺസിഡർഡ് ടു ബി എ ഡ്രീം പോയം. ഒരു ഡ്രീം പോയം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. വെയർ ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് നൊസ്റ്റാൾജിക് തിങ്സ്, ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഹൗസ് ഇൻ കേരള, ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ദി ലാൻഡ് വേർ ഷീ ലിവ്ഡ്, ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ ഇൻ ജനറൽ, മെനി ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ഈ ഒരു ഹൗസ് എന്ന് പറയുന്നത് തന്നെ, ദ ഹൗസ് വിത്ത് 1,000 ഡോർസ്, 1,000 ഡോർസ് ഉള്ള 1000 വാതിലുകളുള്ള ഈ ഒരു വീട് പോലും ഒരു മെറ്റഫറാണ്. ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ in this poem. So we can jump into the poem. Actually, when we consider the poem, we are having 3 stanzas. നമുക്ക് ഈ ഒരു പോയത്തിൽ 3 stanzas ആണ് കാണാൻ പറ്റുക. And she will be discussing about the themes like nostalgia, her dream, and she has been talking about India in general, and she is describing the house of her in Kerala, and she also describes about the patriarchal society where her grandmother lived. So all these kinds of themes, all these kinds of things and images we can find out in the poem. So we can move into the poem directly. The poem opens with the line, "This house has 1,000 doors. The sills are cut in bronze, 3 feet high to keep out snakes, toads, water rats that shimmer in the bald rays at twilight, as the sun burns down to Kerala coast." So she is describing the house itself in the first line.
സോ നമുക്ക് പോയം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഷീ ഈസ് ഡിസ്ക്രൈബിങ് ദ ഹൗസ് ആസ് ദ ഹൗസ് ഹാസ് 1,000 ഡോർസ്. സോ ഇവിടെ ഈ ഒരു ബിഗിന്നിങ്ങിൽ ഹൗസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആൻഡ് ഷീ ഈസ് ഫോക്കസിങ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് വസുദൈവ കുടുംബകം. നമ്മൾ ഇന്ത്യയിലേക്ക് എല്ലാ ഫോറിനേഴ്സിനെയും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്, സ്വീകരിക്കാറുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ആൻഡ് നമ്മളിൽ ഒരാളായിട്ട് വി ആർ കൺസിഡറിങ് ദം. സോ അതാണ് ഈ ഒരു ഫേസ്റ്റ് ലൈനിൽ നമുക്ക് കാണാൻ പറ്റുക. ദ ഹൗസ് ഹാസ് 1,000 doors which welcomes everyone. The sills are cut in bronze. And again രണ്ടാമത്തെ ലൈനിലേക്ക് നമ്മൾ പോകുമ്പോഴും അതും അവിടെയും നമുക്കൊരു മെറ്റഫർ കാണാൻ പറ്റും. ബ്രോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ മെറ്റൽ വിച്ച് ഇസ് എ കൊളാബറേഷൻ ഓർ വിച്ച് ഇസ് എ മിക്സിങ് ഓഫ്, അല്ലെങ്കിൽ മറ്റ് ലോഹങ്ങളുടെ ഒക്കെ ഒരു മിക്സാണ് ബ്രോൺസ് എന്ന് പറയുന്ന മെറ്റൽ. അപ്പോൾ ഇവിടെ റൈറ്റർ പറയുന്നത് സിൽസ് എന്ന് പറയുന്നത് നമ്മളുടെ വിൻഡോ സീറ്റിനെയാണ്. വിൻഡോയുടെ അവിടെ നമുക്ക് ചെറിയൊരു സീറ്റ്, ഇരിക്കാനുള്ള ചെറിയൊരു സീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സീറ്റിനെയാണ്, അതായത് നമ്മൾ വിൻഡോനെ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് തള്ളിയിട്ട് അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും ഒരാൾക്ക് ആ ഒരു വിൻഡോയിൽ. അപ്പോൾ ആ ഒരു സീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിലാണ്? ബ്രോൺസ് മെറ്റലിലാണ്. സോ ബ്രോൺസ് മെറ്റൽ എന്ന് പറയുന്നത് ഒരു സിംബലാണ്, മെറ്റഫറാണ്. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് മെനി മെറ്റൽസ്. കുറേ മെറ്റൽസിൻ്റെ മിക്സിംഗ് ആണ് ബ്രോൺസ് എന്ന് പറയുന്ന മെറ്റൽ. അവിടെയും നമുക്ക് കാണാൻ പറ്റുക കുറേ കാര്യങ്ങളുടെ ഒരു മിക്സ്ചർ, ഒരു കൾച്ചറിൻ്റെ ഒരു മിക്സിംഗ് അപ്പ് ആവാം, അല്ലെങ്കിൽ ട്രഡീഷൻസിൻ്റെ മിക്സിംഗ് അപ്പ് ആവാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആളുകളുടെ ഒരു മിക്സിംഗ് അപ്പ് ആവാം. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു ബ്രോൺസ് എന്ന് പറയുന്ന ആ ഒരു മെറ്റഫറിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദെൻ ഷീ സേസ് 3 feet ഹൈ ടു കീപ്പ് ഔട്ട് സ്നേക്സ്, ടോഡ്സ് ആൻഡ് വാട്ടർ റാറ്റ്സ്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു റൈറ്റർ ഈ ലൈൻസിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഫോറിനേഴ്സിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മെനി തിങ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റർ നമ്മളോട് പറയുകയാണ് 3 feet ഹൈറ്റിലാണ് വിൻഡോസ് നമ്മൾ കേരളത്തിൽ വിൻഡോസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് 3 feet ഹൈറ്റിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു 3 feet ഹൈറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? കാരണം എന്തൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം, വീടിൻ്റെ ഉള്ളിലേക്ക് സ്നേക്സ് വരാം, ടോഡ്സ് വരാം, അല്ലെങ്കിൽ തവളകൾ വരാം, വാട്ടർ റാറ്റ്സ് വരാം, വാൽമാക്രികൾ വരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 3 feet ഹൈറ്റിൽ നമ്മൾ ഈ ഒരു ജനൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സിംബലൈസ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയാണ്, അല്ലെങ്കിൽ കേരളമാണ്. കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ നൊസ്റ്റാൾജിക് ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ് എ പ്രൊട്ടക്ഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ജനലിനെ ഒരു 3 feet ഹൈറ്റിൽ നിർമ്മിച്ചിരിക്കുകയാണ്. And that shimmer in the bald reeds at twilight. So bald reeds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയലുകളാണ്. വയലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ കളറിലാണ് നമ്മൾ ഈ ഒരു വയലുകൾ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളറിലുള്ള ആ ഒരു എന്താ പറയുക, വയലിൽ ഉണ്ടാവുന്ന ആ ഗ്രെയിൻസ് ഉണ്ട്, അതേപോലെ വിളകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് ആ ഒരു ചളിയിൽ, മഡിൽ നമുക്ക് എന്തിനെയൊക്കെ കാണാൻ പറ്റും? തവളകളെ കാണാൻ പറ്റും, തവളകളെ പിടിക്കാൻ പോകുന്ന സ്നേക്സിനെ കാണാൻ പറ്റും, വാൽമാക്രികളെ കാണാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഫീൽഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗസ് കുറച്ചൊരു പ്രൊട്ടക്ഷനോട് കൂടി നമ്മൾ വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കൂടെ തന്നെ റൈറ്റർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്ത്? ആസ് ദ സൺ ബേൺസ് ഡൗൺ ടു ദ കേരള കോസ്റ്റ്. അപ്പോൾ ആ ഒരു കേരളത്തിൻ്റെ മനോഹാരിത കൂടി റൈറ്റർ ഈ ലൈൻസിലൂടെ നമുക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ പോലും, നമ്മൾ കേരളം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ കൺട്രി. ഇറ്റ്സ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ കൺട്രി. സോ അപ്പോൾ ആ ഒരു റൂട്ട്, ആ ഒരു കേരളത്തിനെ കുറിച്ചുള്ള നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് 2 മെറ്റഫേഴ്സ് ആണുള്ളത്. ഒന്ന് ഹൗസ് ആണ്, വിച്ച് സിംബലൈസസ്, ഹൗസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഇന്ത്യയായിട്ട്. വേർ ഇറ്റ് ഈസ് ഓപ്പൺഡ് ഫോർ അതർ പീപ്പിൾ. ആരൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ഇന്ത്യ. സോ അതാണ് ഹൗസ് വിത്ത് 1000 ഡോർ കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. മറ്റൊരു സിംബലൈസേഷൻ അല്ലെങ്കിൽ മറ്റൊരു മെറ്റഫർ എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്. അതായത് ഒരു കൾച്ചറിൻ്റെ ഒരു മിക്സിംഗ് അപ്പ്, ജസ്റ്റ് ലൈക്ക് ദ ബ്രോൺസ് മെറ്റൽ. So when we go to the next stanza, the roof is tiled in red, pitched with a silver lightning rod, a pro, set out from land's end, bound nowhere. In dreams, waves lilt a silken fan in grandmother's hands, shell-colored,
utterly bare as the light takes her. സോ ഹിയർ ഇൻ ദിസ് സ്റ്റാൻസ, ഈ ഒരു സ്റ്റാൻസയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റൈറ്റർ പറയുന്ന 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ദ റൈറ്റർ ഇസ് ആക്ച്വലി ഡിസ്ക്രൈബിങ് ദ ഹൗസ് ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആസ് ദ റൂഫ് ഇസ് ടൈൽഡ് ഇൻ റെഡ് pitched with a silver lightning rod, a pro set out from land's end, bound nowhere. അപ്പോൾ ആദ്യം റൈറ്റർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീടിൻ്റെ മുകളിലായിട്ട് റൂഫിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ടൈൽഡ് ഇൻ റെഡ്, അതായത് ടൈൽഡ് ഇൻ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറിലുള്ള ഓട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓട്, റെഡ് കളറിലുള്ള, ചുവന്ന കളറിലുള്ള ഓടൊക്കെ പാകിയ ഒരു വീടാണ്, അതിൻ്റെ റൂഫ് അങ്ങനെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിൽവർ ലൈറ്റ്നിങ് റോഡും നമുക്ക് അവിടെ കാണാൻ പറ്റും. സിൽവർ കളറിലുള്ള ചെറിയൊരു വടിയും നമുക്ക് അവിടെ, അതായത് ഈ ഒരു ഓടൊക്കെ പിടിപ്പിക്കുന്ന ആ ഒരു ഇതും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ പിക്ചർ ഞാൻ ഏറ്റവും ലാസ്റ്റ്, അതായത് പോയത്തിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. യു ഹാവ് ടു സീ ദാറ്റ് ഓൾസോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും എന്തൊക്കെയാണ് ആ ഇമേജസ് എന്നുള്ളത്. അപ്പോൾ റൂഫ് നമുക്ക് കാണാം, ആ വീടിൻ്റെ റൂഫ് എങ്ങനെയാണ്? ടൈൽഡ് ഇൻ റെഡ് കളറിലുള്ള ടൈൽസ് ഒക്കെ വെച്ച് മേലെ ഓടൊക്കെ പാകിയ വീടാണ് റൂഫിൽ. അതേപോലെ തന്നെ നമുക്ക് സിൽവർ റോഡും അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണാൻ പറ്റും. ആൻഡ് വി ക്യാൻ ഓൾസോ സീ എ പ്രോ സെറ്റ് ഔട്ട് ഫ്രം ലാൻഡ്സ് എൻഡ്. പിന്നെ അവിടെ ഉറപ്പിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലൈറ്റ്നിങ് റോ, അതേപോലെ തന്നെ കുറച്ച് നീളത്തിലായിട്ടുള്ള എൻഡിൽ 2 റൂഫിൻ്റെയും റൂഫ് ടോപ്സ് എൻഡ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് മുകളിലോട്ടായിട്ട് ഒരു എന്താ പറയുക, ഒരു ഗോപുരം പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സിൽവർ വടിയും മേലേക്ക് ഇങ്ങനെ പോർട്ട്രൂട്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഇമേജ് ലാസ്റ്റിലുണ്ട്. യു ഹാവ് ടു ചെക്ക് ദാറ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ അതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹം നമ്മുടെ റൈറ്റർ പറയുന്ന കാര്യം എന്താണ്? എ പ്രോ സെറ്റ് ഔട്ട് ഫ്രം ലാൻഡ്സ് എൻഡ്, ബൗണ്ട് നോവെയർ. ആൻഡ് നൗ ദ റൈറ്റർ നോവെയർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തുടക്കത്തിൽ ഞാൻ തീംസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നോവെയർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമുക്ക് ഒട്ടുമിക്ക എല്ലാ റൈറ്റേഴ്സിലും, ഡയസ്പോറിക് റൈറ്റേഴ്സിൻ്റെ വർക്ക്സിൽ കാണാൻ പറ്റും. അത് സിംബലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൗ ദേ ഡോണ്ട് നോ വെയർ ദേ ബിലോങ്. ഇപ്പോൾ ഷീ ഫീൽസ് എ കൈൻഡ് ഓഫ് ലോൺലിനെസ്. അപ്പോൾ ഈ ഒരു റൂഫ് ടോപ്പ് രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കാണാൻ പറ്റുമെങ്കിലും ഷീ കാൺ സേ ദാറ്റ് വേർ ഇറ്റ് ആക്ച്വലി ബിലോങ്സ്. അത് എവിടെയാണ് ഉറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഷീ കാൺ സേ. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി എ സിംബൽ. She don't know where the boundary is, where she belongs. She belongs to nowhere. Now, she is not in her homeland, though she is living in other place, other country. She feels that she was nowhere in this world. And then, in dreams, but in her dreams, അവളുടെ സ്വപ്നങ്ങളിൽ, ആ പോയട്രസിൻ്റെ സ്വപ്നങ്ങളിൽ അവൾ എന്ത് കാണാറുണ്ട് ഇപ്പോഴും? waves lilt a silken fan in grandmother's hands. അപ്പോൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇൻ ഹർ ചൈൽഡ്ഹുഡ് ഷീ ക്യാരീസ് എ സിൽക്കൻ ഫാൻ ആ ഗ്രാൻഡ് മദറിൻ്റെ കയ്യിൽ അവർക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് വേവിങ് ഹിയർ ആൻഡ് ദെയർ, ടു ആൻഡ് ഫ്രോ. അത് ഇങ്ങനെ വീശി കൊടുക്കുകയാണ് ഗ്രാൻഡ് മദർ. യു നോ ദ ഫാൻ ആൻഡ് ഓൾ. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പോം യു ക്യാൻ സീ ദാറ്റ് ദ ഇമേജ് ഓഫ് ദീസ് തിങ്സ്. അപ്പോൾ ദ ഗ്രാൻഡ് മദേഴ്സ് ഹാൻഡ്സിൽ എന്തുണ്ട്? ഗ്രാൻഡ് മദറിൻ്റെ കൈകളിൽ എന്തുണ്ട്? ഫാൻ ഉണ്ട്. സിൽക്കൻ ഫാൻ വാസ് ദെയർ ആൻഡ് ഷീ യൂസ് ടു ലിൽറ്റ് ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടിക്കൊടുക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഓൾസോ ഷീ ഈസ് ഇമാജിനിങ്, ഷീ ഈസ് ഡ്രീമിങ്. ദ പോയട്രസ് ഈസ് ഡ്രീമിങ് അബൌട്ട് ഹർ ഗ്രാൻഡ് മദർ, അബൌട്ട് ദ ആക്ടിവിറ്റീസ് that she used to do. And now in the last line she is actually describing her grandmother. ഗ്രാൻഡ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഷെൽ കളേർഡ്, utterly bare as the light takes her. ഇവിടെ നമുക്ക് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. she says in this poem that ഈ ഒരു ലൈനിൽ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഗ്രാൻഡ് മദർ എങ്ങനെയാണ്? ഷെൽ കളേർഡ്. സോ വാട്ട് ഈസ് ദ കളർ ഓഫ് ഷെൽ? ഇറ്റ് ഈസ് വൈറ്റിഷ്, വിച്ച് സിംബലൈസസ് ദ പെയിൽ, വിളറിയ, ഒരു രക്തയോട്ടമൊന്നും ഇല്ലാത്ത, ബ്ലഡൊന്നും ഇല്ലാത്ത പെയിൽ കളറായിട്ടുള്ള. ആസ് ഷീ ഈസ് ബെയർ,
She is not having any blood. She is weak. She is lean. She is of pale color, shell colored grandmother. And she also says, she wanted to say that no light is going to tell the beauty. No light is going to say the truth, the light, the truth. No light is going to say the truth. ഒരു ലൈറ്റും ഒരു സത്യവും പറയാൻ പോകുന്നില്ല എങ്ങനെയുള്ള ലൈഫാണ് വിമൻ ആർ ഹാവിങ് ഇൻ ദിയർ ഹൗസ്. വീടുകളിൽ എങ്ങനെയുള്ളൊരു ലൈഫാണ് വിമൻ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവർ ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ലൈറ്റും ഒരു ട്രൂത്തും നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ട്രൂത്ത് നമ്മളുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ദിസ് ഈസ് വാട്ട് ദിയർ ലൈഫ്. ദാറ്റ് ഈസ് വാട്ട് ദ പോയട്രസ് വാണ്ടഡ് ടു സേ. ദിസ് ഈസ് വാട്ട് ദിയർ ലൈഫ്. ഇതാണ് അവരുടെ ലൈഫ്. വീടുകളിലുള്ള അമ്മമാരുടെ, മുത്തശ്ശിമാരുടെ, അമ്മൂമ്മമാരുടെ ഒക്കെ ലൈഫ് എങ്ങനെയാണ്? ദേ വർ ഓൾ ഹാവിങ് ഷെൽ കളർ. ഷെൽ കളർ, ശംഖ് പോലെ വിളറി വെളുത്തിരിക്കുന്ന ഒരു ലൈഫാണ് ഈ ഓരോ വീടിൻ്റെയും ഉള്ളിൽ അകത്തളങ്ങളിലുള്ളതെന്ന് ദ പോയട്രസ് ഈസ് സ്പീക്കിംഗ് അബൌട്ട്. മീന അലക്സാണ്ടർ ഈസ് ടോക്കിംഗ് അബൌട്ട്. സോ ഷി ഹാസ് ബീൻ സീൻ. അവർ കണ്ട ഒരു ലൈഫാണ് അവർ നമ്മളെ മുന്നിലേക്ക് വെക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പറയുന്ന പാട്രിയാർക്കി നമുക്ക് കാണാൻ പറ്റുക. ഇനി വരുന്ന സ്റ്റാൻസയിലും നമുക്കത് വളരെ ഭംഗിയായിട്ട് ദ റൈറ്റർ ഹാസ് പോർട്രേഡ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. തേർഡ് stanza സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഷീ നീൽസ് അറ്റ് ഈച്ച് ഓഫ് ദ 1000 doors in turn, paying her dues. Her debt is endless. I hear the flute played in darkness, a bride's music. A poor folk thing, I watch her kneel in all my lifetime, imploring the household gods who will not let her in. സോ ഇവിടെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഷീ എന്ന് പറയുന്നത് ഗ്രാൻഡ് മദർ തന്നെയാണ്. സോ വാട്ട് ഷീ സേസ്, ദിസ് പോയട്രസ് സേസ്, ഷീ നീൽസ് അറ്റ് ഈച്ച് ഓഫ് ദ 1000 doors in turn, പേയിങ് ഹർ ഡ്യൂസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഉള്ളിലുള്ള ഗ്രാൻഡ് മദറിനെയാണ് റൈറ്റർ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ആ ഗ്രാൻഡ് മദർ എന്താണ് ചെയ്യുന്നത്? ഈച്ച് ഡേ ഷി ഈസ് നീലിംഗ് അറ്റ് ഈച്ച് ഓഫ് ദ 1000 doors in turn. ഓരോ വാതിലുകളുടെയും മുന്നിൽ പോയി നിന്നിട്ട് മുട്ടുകുത്തി നിൽക്കുകയാണ് ഗ്രാൻഡ് മദർ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളതും ആ ഒരു പാട്രിയാർക്കൽ കൈൻഡ് ഓഫ് നേച്ചറാണ് ഓഫ് ദ സൊസൈറ്റി ആണ് റൈറ്റർ നമ്മളെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡോറിൻ്റെയും മുന്നിൽ പോയി നിന്നിട്ട് ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാണ്? മുട്ടുകുത്തി നിൽക്കുകയാണ്. വിച്ച് ഷോസ് ദാറ്റ് ഇൻ ഹർ ഹൗസ് ഷീ ഈസ് ഡൂയിങ് ഓൾ കൈൻഡ്സ് ഓഫ് വർക്ക്സ്. ആ വീട്ടിലുള്ള ഓരോ ഹൗസ് ഹോൾഡും ഓരോ ഹൗസ് കോഴ്സുമാണ് ഇവിടെ ഈ ഒരു നീലിംഗ് കൊണ്ടും 1000 doors മുന്നിൽ പോയി നിൽക്കുന്നു, പേയിങ് ഹർ ഡ്യൂസ് എന്ന ലൈൻസൊക്കെ കൊണ്ട് റൈറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാൻഡ് മദർ എന്താണ് ചെയ്യുന്നത്? ഗ്രാൻഡ് മദർ ഓരോ ദിവസവും ഷീ ഈസ് നീലിംഗ് അറ്റ് ഈച്ച് ഓഫ് ദ 1000 doors in ടേൺ. ഓരോ ഡോറിൻ്റെയും മുന്നിൽ പോയി നിന്നിട്ട് മുട്ടുകുത്തി നിൽക്കുകയാണ്. നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് വായിക്കുകയാണെങ്കിൽ ഷീ ഈസ് ഡൂയിങ് ഓർ പേയിങ് ഹർ ഡ്യൂസ്. അവിടെയുള്ള ഓരോ ഡ്യൂസും അവർ അടച്ചു തീർക്കുകയാണ്. ഇൻ ദ സെൻസ് ഷീ ഈസ് ഡൂയിങ് ഹർ ഡ്യൂട്ടീസ് ദെയർ ഇൻ ദാറ്റ് ഹോം ആൻഡ് നോ വൺ ഈസ് ടേക്കിംഗ് കെയർ. ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. ആരും അവർക്ക് വേണ്ട പരിചരണമോ അല്ലെങ്കിൽ അഫെക്ഷനോ അല്ലെങ്കിൽ കെയറോ കംഫർട്ടോ ഒന്നും കൊടുക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ദ റൈറ്റർ സേസ്. സോ ഹർ ഡെറ്റ് ഈസ് എൻഡ്ലെസ്. കടങ്ങൾ തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടമകൾ ചുമതലകൾ ചെയ്ത് തീർക്കുക, കർത്തവ്യങ്ങൾ ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് നോട്ട് ഏബിൾ ടു എസ്കേപ്പ് ഫ്രം ദാറ്റ്. അതിൽ നിന്ന് ഒരിക്കലും ഒരു എസ്കേപ്പ് ഇല്ല. ഇറ്റ് ഈസ് എൻഡ്ലെസ്. I hear the flute played in darkness, a bride's music. എത്രയോ കാലങ്ങൾക്ക് മുൻപ്, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാൻഡ് മദർ ഈ വീട്ടിലേക്ക് വന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷവും ആ ഒരു പാട്ടും മ്യൂസിക്കും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. പക്ഷെ ഇപ്പം അതെന്തായി മാറുകയാണ്? ഇറ്റ് ബിക്കെയിം ദ ബ്രൈഡ്സ് മ്യൂസിക്. Bride's music when she entered into that house. And now also we can hear that same music, but it is actually groaning. ആ വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് മ്യൂസിക് എന്തായി മാറുകയാണ്? ഗ്രോണിങ് ആയിട്ട്, അല്ലെങ്കിൽ ബ്രൈഡ്സിൻ്റെ ഗ്രോണിങ് ആയിട്ട്, ഗ്രാൻഡ് മദറിൻ്റെ ആയാലും ഏതൊരു വുമണിൻ്റെ ആയാലും ഗ്രോണിങ് ആയിട്ട് അത് ചേഞ്ച് ആവുകയാണ്. അപ്പോൾ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയുകയാണ്. A poor folk thing, I watch her kneel in all my lifetime, imploring the household gods who will not let her in. അപ്പോൾ ഈ ഒരു ലൈനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഐ വാച്ച് ഹർ നീൽ ഇൻ ഓൾ മൈ ലൈഫ് ടൈം. അപ്പോൾ പോയട്രസിൻ്റെ ലൈഫ് ടൈമിൽ, ചൈൽഡ്ഹുഡിൽ പോയട്രസ് എന്ത് കണ്ടിട്ടുണ്ട്?
ഈ വിമൻ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഓരോ സ്ത്രീകളുടെയും കഷ്ടപ്പാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഓരോ സ്ത്രീകളും ഇങ്ങനെ കഷ്ടപ്പാട് ഉണ്ടെങ്കിലും അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഹൗസ് ഹോൾഡ് വർക്ക്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഇംപ്ലോറിങ് ദ ഹൗസ് ഹോൾഡ് ഗോഡ്സ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള ഗോഡ്സ്. അപ്പോൾ ഇവിടെ ഗോഡ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ജി ക്യാപിറ്റൽ അല്ല, വിച്ച് ഷോസ് ദ മെയിൽ പീപ്പിൾ ഓഫ് ദാറ്റ് ഹൗസ്. ആ വീട്ടിലുള്ള പുരുഷന്മാരെയാണ് അവർ പറയുന്നത്. ഗോഡ്സ് ആയിട്ടാണല്ലോ നമ്മൾ കാണുക, ദൈവമായിട്ടാണ് കാണുക. പക്ഷേ റൈറ്ററെ സംബന്ധിച്ചിടത്തോളം റൈറ്റർ പറയുന്ന ഒരു കാര്യം, അവരത്ര വലിയ ആളുകളല്ല. ദേ വർ നോട്ട് ദാറ്റ് മച്ച് ഗ്രേറ്റ് പീപ്പിൾ. അതുകൊണ്ടാണ് ജി ക്യാപിറ്റൽ അല്ലാത്തത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ഇത്രയും കർത്തവ്യങ്ങൾ, കടമകൾ അവിടെയുള്ള സ്ത്രീകൾ, ആ വീട്ടിലുള്ള സ്ത്രീകൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട ഒരു ആക്സെപ്റ്റ്നെസ്, അഫെക്റ്റേഷൻ, കെയർ ഇതൊന്നും ആര് കൊടുക്കുന്നില്ല? who will not let her in. ആ ഒരു സ്റ്റാൻസ്, ആ ഒരു ലൈൻ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് അവർ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ വീട്ടിലുള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിലേക്ക് they were not allowing them to enter. ആ വീട്ടിലുള്ള ഒരാളായിട്ട്, ഒരു ഇൻഡിവിജ്വലായിട്ട് പോലും ആരെ കൺസിഡർ ചെയ്യുന്നില്ല അവിടെയുള്ള ആണുങ്ങൾ, ഈ വിമൻ ഫോക്കിനെ. അത് ഗ്രാൻഡ് മദർ ആയാലും മദർ ആയാലും ആരായാലും. സോ ഈ ലൈൻസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പുരുഷാധിപത്യമാണ്, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ദ പോം എ ഹൗസ് വിത്ത് 1000 ഡോർ, ഹൗസ് വിത്ത് 1000 ഡോർ. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ തീംസ് റൈറ്റർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നൊസ്റ്റാൾജിയ, ഡ്രീം, ദ പ്ലേസ് ഓഫ് വിമൻ ഇൻ എ ഹൗസ് ഹോൾഡ് ആൻഡ് ഹെർ നോവെയർ ബിലോങ്ങിങ്സ് ആൻഡ് എക്സെട്ര. സോ ദിസ് എ വെരി ബ്യൂട്ടിഫുൾ പോം ആൻഡ് ദിസ് പോം ഗോസ് ലൈക്ക് ദിസ്. So this is the last stanza and this is the last thing that the writer wanted to talk about. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇമേജ്. ഇവിടെ നമുക്ക് റെഡ് ടൈൽ കാണാൻ പറ്റും, അതേപോലെ തന്നെ ഓട് കാണാൻ പറ്റും, അതേപോലെ സിൽവർ ലൈറ്റ്നിങ് റോഡാണ് മേലേക്കുള്ള ആ ഒരു ഭാഗമാണ് സിൽവർ ലൈറ്റ്നിങ് റോഡ്. അതവിടെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല എന്നുള്ളത് റൈറ്റർ പറയുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു പോയത്തിലുള്ളത്. ഇവിടെ ആലോചിക്കേണ്ട 2-3 കാര്യങ്ങൾ മെറ്റഫേഴ്സ് ആണ്. ഒന്ന്, ഇന്ത്യ, ഹൗസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ബ്രോൺസ് എന്ന് പറയുന്നത് ദ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കൾച്ചർ ഇൻ ഇന്ത്യ ആണ്. അതേപോലെ ഗോഡിൽ ജി ഇവിടെ ക്യാപിറ്റൽ അല്ല, കാരണം അത്ര മാത്രമേ ഇമ്പോർട്ടൻസ് അവിടെയുള്ള ആ ഒരു പുരുഷന്മാർക്ക് റൈറ്റർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയറ്റിൽ റൈറ്റർ പറയുന്നത്. എബൌട്ട് ഹർ നൊസ്റ്റാൾജിയ, എബൌട്ട് ഹർ ഡ്രീം, എബൌട്ട് ദ പ്ലേസ് ഓഫ് വിമൻ ഇൻ ദ ഹൗസ് ഹോൾഡ് ആൻഡ് ദ വിമൻ ആർ നോട്ട് അക്സെപ്റ്റഡ് ബൈ ദ സൊസൈറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് ത്രൂ ദിസ് പോം വി ക്യാൻ ഗെറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു ആൻഡ് ഡു ലൈക്ക് മൈ വീഡിയോ, കമൻറ്റ് ഓൾസോ. ഇഫ് ഏതൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.